ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല വ്യക്തിയാവുക. നാം അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. മനസ്സിൽ നന്മയുള്ളവർ തീർച്ചയായും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറും. പെട്ടെന്നൊരു ദിവസം ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കിടയിൽ വിള്ളൽ വീണു കഴിഞ്ഞു എന്നാണ്. ചീത്ത സുഹൃത്തുക്കൾ നിങ്ങളെ നല്ല സുഹൃത്തുക്കളിൽ നിന്ന് തടയുന്നു. പ്രതിസന്ധിയിൽ നമ്മുടെ കൂടെ നിൽക്കാത്തവരെ നമ്മുടെ വിജയത്തിൽ കൂടെ കൂട്ടരുത്. നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ പാത കൂടുതൽ ദുഷ്കരമാകുന്തോറും നിങ്ങളുടെ വിജയത്തിൻ്റെ തോത് ഉയർന്നുകൊണ്ടിരിക്കും. നിഷ്കളങ്കരും സത്യസന്ധരും ആണ് സത്യങ്ങൾ നേരിട്ട് തുറന്നു പറയുന്നത്. പക്ഷേ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ ശത്രുക്കളാണ്. നിങ്ങൾ ആരെയെങ്കിലും സംശയമില്ലാതെ വിശ്വസിക്കുമ്പോൾ രണ്ട് ഫലങ്ങളിൽ ഒന്ന് തീർച്ചയായും ലഭിക്കും. ഒന്നുകിൽ ജീവിതകാലത്തേക്ക് ഒരു സുഹൃത്തിനെ, അല്ലെങ്കിൽ ജീവിതത്തിൽ അറിയാത്ത ഒരു പാഠം കൂടി. നിങ്ങൾക്ക് ആത്മാർത്ഥമായി എന്തെങ്കിലും വേണമെങ്കിൽ അതിനായി കാത്തിരിക്കരുത്. അക്ഷമനായിരിക്കാൻ സ്വയം പഠിപ്പിക്കുക. മറ്റൊരാൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാനും അസന്തുഷ്ടനാക്കാനും കഴിയുമെന്ന് ചിന്തിക്കുന്നത് പരിഹാസ്യമാണ്. വിജയികളുടെ കഥകൾ വായിക്കരുത്. അതിൽ നിന്നും നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കുകയുള്ളൂ. പരാജിതരുടെ കഥകൾ വായിക്കുക. നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള പ്രചോദനം ലഭിക്കും. ജീവിതം ഒരു അവസരമാണ്, അതിൽ നിന്ന് പ്രയോജനം നേടുക. ജീവിതം സുന്ദരമാണ്, അത് ആസ്വദിക്കുക. ജീവിതം ഒരു സ്വപ്നമാണ്, അത് സാക്ഷാത്കരിക്കുക. നമുക്ക് വേണ്ടി മറ്റൊരാൾ കണ്ടെത്തുന്ന സമയമാണ് നമുക്ക് അയാൾ കൽപ്പിക്കുന്ന മൂല്യം. പരസ്പരം കേൾക്കാനുള്ള സമയവും പരിഗണിക്കാനുള്ള ക്ഷമയും ഉണ്ടാകുമ്പോൾ ആണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകൾക്ക് സമ്മർദ്ദത്തെ ചെറുക്കുക എന്നത് പലപ്പോഴും എളുപ്പമായിരിക്കും. ബുദ്ധിയുള്ള ആളുകൾക്ക് തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിൽ താൽപര്യം നന്നെ കുറവാണ്. നമ്മുടെ എല്ലാ ന്യൂനതകളും കണ്ടുപിടിച്ച് നമ്മളോട് പറയുകയും അന്യരുടെ മുന്നിൽ മറച്ചു വെക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. ചേർന്ന് നിൽക്കാൻ ആളുണ്ടായിട്ട് കാര്യമില്ല, ചേർന്നു പോകുന്ന മനസ്സ് വേണം. അല്ലെങ്കിൽ എത്ര നടന്നാലും ഒറ്റയ്ക്ക് നടന്നതുപോലെ ആകും. അനുഭവത്തേക്കാൾ വലിയൊരു പാഠവും ജീവിതത്തേക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നില്ല. നിങ്ങൾ നിങ്ങളെത്തന്നെ മതിയാവോളം സ്നേഹിക്കുക. മറ്റൊരാൾക്ക് മുന്നിലും നിങ്ങളുടെ മൂല്യം ഇടിയാൻ അവസരം നൽകരുത്. ഒരു സ്ത്രീ നിങ്ങളോട് എപ്പോഴും അവർ നിങ്ങളെ വെറുക്കുന്നു എന്നല്ല, മറിച്ച് നിങ്ങളെ ഏറ്റവും മികച്ചതാക്കാൻ പരിശ്രമിക്കുന്നു. അവർ ഒരിക്കലും നിങ്ങളെ വിട്ടു പോവുകയുമില്ല. അഹംഭാവത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം തെറ്റുകളോ മറ്റുള്ളവരുടെ നന്മകളോ കാണുന്നില്ല. എത്ര നേരം ഉറങ്ങിയാലും അലാറത്തിന് ശേഷമുള്ള ഉറക്കമാണ് ശരിയായ ഉറക്കം. ലക്ഷ്യമില്ലാതെ തൊടുക്കുന്ന അമ്പു പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സായിരിക്കും. നമ്മുടെ മുറിവുകളിൽ കുത്തി നോവിക്കാനായി അവസരം കാത്തിരിക്കുന്നവരുടെ മുന്നിൽ ഒരിക്കലും മനസ്സിൻ്റെ വാതിലുകൾ തുറന്നിടരുത്. നിശബ്ദതയും പുഞ്ചിരിയും രണ്ട് ശക്തമായ ആയുധങ്ങളാണ്. പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വഴിയാണ് പുഞ്ചിരി. കൂടാതെ നിശബ്ദതയാണ് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ ഉള്ള വഴി. സന്തോഷം നമ്മൾ തന്നെ സമ്പാദിക്കണം. വേദന മറ്റെല്ലാവരും നമുക്ക് സൗജന്യമായി നൽകും. ലക്ഷ്യമില്ലാതെ തൊടുക്കുന്ന അമ്പു പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സായിരിക്കും. നിങ്ങൾ ഒരാളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുമ്പോൾ എല്ലാം ആദ്യം നിങ്ങളെക്കുറിച്ച് അയാളാണ് ചിന്തിച്ചത് എന്നാണ് അർത്ഥം. ഒരു കൂട്ടം ആളുകൾ ഇരിക്കുകയും അതിൽ ആരാണോ നിങ്ങളെ നോക്കി ചിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണർത്ഥം. പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ്, എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ്. വിജയം നേടാൻ ശ്രമിക്കുക. അസൂയയെ മാറ്റി നിർത്തുക. അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുക. സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിക്കുന്ന ഏറ്റവും വലിയ ചെങ്ങല. അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കും ആവില്ല.
ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ നാം ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മാത്രം മതി. നമ്മളെക്കാൾ തളർന്നിട്ടും പ്രതീക്ഷയോടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ പിന്നീടൊരിക്കലും ജീവിതത്തോട് മടുപ്പ് വരില്ല. എപ്പോഴും വിനയം പ്രകടിപ്പിക്കുകയും നിസ്സാരമായ ഉപകാരങ്ങൾക്ക് കൃതജ്ഞത ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്നതാണ്. എല്ലാവരും തന്നിൽ തന്നെ സംതൃപ്തരായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യം കൈവരിക്കും. ആകാശം പോലെയാണ് ചില സ്വപ്നങ്ങൾ. കാണാൻ സാധിക്കും, എങ്കിലും എത്തിപ്പിടിക്കാൻ അത്ര എളുപ്പമല്ല. നമ്മുടെ മസ്തിഷ്കം വളരെ ശക്തമാണ്. അതിൽ വീഡിയോ സേവ് ചെയ്താൽ 100 വർഷം കഴിഞ്ഞാലും അതിനെ സ്ട്രീം ചെയ്യാൻ കഴിയും. എന്നും കൂടെ ഉണ്ടാവുമെന്ന് വാക്ക് നൽകി ഉപേക്ഷിച്ചു പോയവരെ അല്ല, ഒരു വാക്കും നൽകാതെ ഒരു നിബന്ധനകളും വെക്കാതെ കൂടെ നിൽക്കുന്നവരെയാണ് ചേർത്ത് നിർത്തേണ്ടത്. മുഖങ്ങളിൽ ആണ് ചിരി വിടരുന്നതെങ്കിലും ചില ചിരികൾക്ക് പിന്നിൽ പല മുഖങ്ങളുണ്ട്. ആളുകളുടെ അഭിപ്രായത്തേക്കാൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം നൽകുക. എല്ലാം ഓരോ തോന്നലുകളായിരുന്നുവെന്ന് മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കാറില്ലേ? സ്വയം വീണ്ടെടുക്കാനുള്ള മനുഷ്യൻ്റെ മറ്റൊരു ശ്രമമാണത്. ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിൻ്റെ ആവശ്യമില്ല. എപ്പോഴും ഒരുമിച്ചുണ്ടാകണം എന്നില്ല. നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും പിരിയുകയില്ല. ഒരു അമ്മ തൻ്റെ ഏക കുഞ്ഞിനെ ജീവൻ കൊണ്ട് സംരക്ഷിക്കുന്നത് പോലെ എല്ലാ ജീവികളോടും അതിരുകളില്ലാത്ത സ്നേഹം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടൊപ്പം കൊണ്ട് നടക്കരുത്. പകരം അവയെ നിങ്ങളുടെ കാൽക്കീഴിൽ വയ്ക്കുക. അത് നിങ്ങളുടെ ചവിട്ടുപടികളായി ഉപയോഗിക്കുക. സ്നേഹത്തിൻ്റെ നിയമങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. കാരണം അവരും അവരുടെ സ്നേഹവും നിഷ്കളങ്കമാണ്. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക, അല്ലാതെ അവരെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ അല്ല. നിങ്ങൾക്ക് താൽപ്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ രസകരമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ പുരുഷനിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകൾക്ക് സമ്മർദ്ദത്തെ ചെറുക്കുക എന്നത് പലപ്പോഴും എളുപ്പമായിരിക്കും. ബുദ്ധിയുള്ള ആളുകൾക്ക് തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിൽ താൽപ്പര്യം നന്നേ കുറവാണ്. പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകൾ ആയിത്തീരണം. നിങ്ങൾ സ്വയം ഒരു പിതാവാകുന്ന ദിവസം മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നത്. നമ്മുടെ സാന്നിധ്യം കൊതിക്കുന്ന, നമ്മുടെ സ്നേഹത്തിനായി ദാഹിക്കുന്ന, അതിൽ ആഹ്ലാദിക്കുന്ന, എന്നും നമുക്കായി പ്രാർത്ഥിക്കുന്ന കുറച്ച് മനുഷ്യരാണ് ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. നമുക്കൊരു തളർച്ച വന്നപ്പോൾ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യർ ഉണ്ടല്ലോ, അവരെ ഒരിക്കലും വീണ്ടും വിശ്വസിച്ചു പോകരുത്. നിങ്ങളുടെ പുരോഗതിയെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ്. താൽക്കാലിക വികാരങ്ങളിൽ ഒരിക്കലും സ്ഥിരമായ തീരുമാനങ്ങൾ എടുക്കരുത്. നദികൾ ഒരിക്കലും പുറകോട്ട് സഞ്ചരിക്കില്ല. അതുപോലെ നിങ്ങളും ഏതൊരു പ്രതിസന്ധികളെയും നേരിട്ട് മുന്നോട്ട് പോകുക. ദൂരം ഒരു ബന്ധവും നശിപ്പിക്കുന്നില്ല. കാലം ഒരു ബന്ധവും ഉണ്ടാക്കുന്നുമില്ല. വികാരങ്ങൾ ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ ബന്ധങ്ങൾ എപ്പോഴും വജ്രം പോലെ തിളങ്ങും. കുറ്റം കണ്ടെത്തരുത്, പകരം പ്രതിവിധി കണ്ടെത്തുക. ആർക്ക് വേണമെങ്കിലും പരാതിപ്പെടാം. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചാൽ ജീവിതം കുറേക്കൂടി എളുപ്പമാകും. മൃദുവായ സ്വഭാവം ബലഹീനതയായി കാണരുത്. ഓർമ്മിക്കുക, വെള്ളം പോലെ മൃദുവായത് വേറെ ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ ശക്തിക്ക് ഏറ്റവും ശക്തമായ പാറകളെപ്പോലും തകർക്കാൻ കഴിയും. നിങ്ങളുടെ ചിന്തയുടെ ഗുണനിലവാരം പോലെ ആയിരിക്കും നിങ്ങളുടെ സന്തോഷവും. പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകൾ ആയിത്തീരണം. 96% സ്ത്രീകൾക്കും തൻ്റെ ജീവിത പങ്കാളി ചെയ്യുന്നതിൽ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം എന്നത് അവർ വിഷമിച്ചിരിക്കുമ്പോൾ തൻ്റെ പങ്കാളി സ്നേഹത്തോടെ ചേർത്തുപിടിക്കുന്നതാണ്. ഒരു സ്ത്രീ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവളുടെ മുടിയിൽ തൊടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ശ്രദ്ധ നേടാൻ ആഗ്രഹിക്കുന്നു എന്നാണ്.
വിജയിക്കാനുള്ള നിങ്ങളുടെ സ്വന്തം ആഗ്രഹം മറ്റേതൊരു കാര്യത്തേക്കാളും പ്രധാനമാണ് എന്ന് നീ എപ്പോഴും ഓർക്കുക. ചില ബന്ധങ്ങൾ അതിരു കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ അവർ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്. എപ്പോഴും നമുക്ക് ചുറ്റും പരിഹസിക്കുന്നവർ ഉണ്ടാകാം. നമ്മളെ തളർത്തുന്നവർ കൂടെയുണ്ടാകും. അവർക്ക് നേരെ അല്പനേരം കണ്ണടയ്ക്കാം. കഠിനാധ്വാനം ചെയ്യാതെ ചെയ്യാൻ തയ്യാറായ മനസ്സ് നമുക്കുണ്ടെങ്കിൽ വിജയതീരത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും.